കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് ആയിരിക്കാൻ കർത്താവ് അനുവദിച്ച ഈ സാവകാശത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ, ആ പേര് തന്നെ കേൾക്കുമ്പോൾ എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു സന്തോഷമാണ്. ദൈവം ഗോഡ് ദ ക്രിയേറ്റർ ലവ്സ് മീ. അവിടെ നോക്കിക്കേ, ഒരു ഭക്തനാക്കി മാറ്റുകയല്ല, സ്വന്തം മകനായി എന്നെ മാറ്റിയ സ്നേഹം. അതിനുവേണ്ടി താൻ തന്നെ വലിയൊരു വില കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി യാഗമായി തന്ന ഗോഡ് ഡിസ്പ്ലേഡ് തൻ്റെ സ്നേഹത്തെ സ്നേഹിക്കുക എന്ന് പറയുകയല്ല, പ്രദർശിപ്പിച്ചു. തൻ്റെ യേശുവിനെ, തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തന്നിട്ട്. പലപ്പോഴും ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് യോഹന്നാൻ 3:16, For God so loved the world that he gave his only begotten son, that those who believe in him shall not perish but will have eternal life. ആ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തിലെ ഒരു ഭാഗമാണ് നമ്മളൊന്നും മനസ്സിലാകുന്നില്ല. പേഴ്സണലൈസ് ദാറ്റ് വേർഡ്. ആ ദൈവവചനം എൻ്റേതാണെന്നൊന്ന് പറയണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാമോ, ദൈവം, നിങ്ങളുടെ പേരൊന്ന് ചേരണം, ദൈവം തങ്കുവിനെ സ്നേഹിച്ചു, അതുകൊണ്ട് യേശുവിനെ അയച്ചു. യേശുവിനെ അയച്ചത് തന്നെ എനിക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനെക്കുറിച്ചെങ്കിലും വിചാരപ്പെടണോ? ദൈവമാണ് സ്നേഹിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ച സ്നേഹം ഓർത്താൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഭയവും നിരാശയും പ്രയാസവും മുഴുവൻ നീങ്ങി പോകുക തന്നെ ചെയ്യും. അത്രയും നമ്മുടെ ഈ മനസ്സിനകത്ത് അത് കയറാൻ, ബുദ്ധിക്കകത്ത് ഗ്രഹിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ, ഞാൻ കുഴപ്പക്കാരനായിരുന്നപ്പോൾ തന്നെ. ചിലർ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവരെ കണ്ടുകൊണ്ട് പറഞ്ഞു, എല്ലാം കുഴപ്പക്കാരങ്ങോട്ട് പോകുന്നത്. ഏതായാലും കുഴപ്പക്കാരങ്ങോട്ടാണല്ലോ പോയത്, നന്നായല്ലോ അവരെന്ന്. കർത്താവ് പൂർത്തീകരിക്കുന്നവനാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവരെ ഞാൻ കൈവിടത്തില്ലെന്ന് പറയുന്നവനാണ്. ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്നും ദൈവവചനം ശ്രവിക്കുമ്പോൾ ഇതിനകത്ത് ഓരോ വാക്കും എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ TV-യുടെ മുമ്പിൽ വന്നിരിക്കത്തില്ലായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിരുന്നാൽ ഇന്നത്തെ വചനം പേഴ്സണലൈസ്ഡായി നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ ഒരു ദൂതായി മാറും. സോ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കും. My desire is that
we should take a decision today എന്റെ that we are ആഗ്രഹം- not going to walk like we walked in 2015. We are going to walk in the newness of life. എന്റെ ആഗ്രഹം ഇതാണ്, നാം ഇന്നൊരു തീരുമാനമെടുക്കണം. ഇനിമേൽ ഞാൻ 2015 നടന്നതുപോലെ ഞാൻ നടക്കുകയില്ല. 2016 ജീവന്റെ പുതുക്കത്തിൽ ഞാൻ നടക്കുമെന്ന് നമ്മൾ തീരുമാനിക്കണം. Because God wants to display you and me as a sign of blessing, as a sign of the glory, carrier of the glory of God. കാരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്, നാം അനുഗ്രഹത്തിന്റെ അടയാളമായി ഈ ദേശത്ത് നിൽക്കണമെന്നും ദൈവ തേജസ്സിന്റെ വാഹകരായി നാം ഈ ലോകത്ത് സഞ്ചരിക്കണമെന്നും അത്രേ. The book of Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. The book of Ephesians is concerning the body of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ചൊല്ലിയുള്ളതാണ് എഫേസ്യ ലേഖനം എന്ന പുസ്തകം. If you want to understand what God is pleased, you should read the book of Ephesians, your responsibility as a believer. ദൈവം എവിടെ പ്രസാദിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനം നിങ്ങൾ വായിക്കണം. അവിടെ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. Many a time we have taken grace as an instrument to do our will and pleasure. പലപ്പോഴും നമ്മൾ കൃപയെ ഒരു നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യങ്ങളും സാധിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉപകരണമായി നമ്മൾ കാണുന്നു. We are taking God's word and God himself for granted in the label of grace. നമ്മൾ എല്ലാവരും ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും കൃപയെന്നുള്ള ആ വാക്കിന്റെ ലേബലിൻ കീഴിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം സ്വന്തം താല്പര്യം നടത്തി എടുക്കുവാനായിട്ട് കാണുന്നു. But we should understand that we have received a kingdom, and the word says this unshakable kingdom, therefore let us walk in godly fear, well pleasing him. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഒരു രാജ്യത്തിലെ അംഗമാണ്, അത് ഇളകാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. And that is why Paul, when he is talking about prayer, he prays like this: Father, help me to walk in all the wisdom, that I will walk well pleasing you and worthy of you. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നിന്നെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച് നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുവാൻ എന്നെ സഹായിക്കണമേ. We cannot do it on ourselves, നമുക്ക് സ്വയമായിട്ട് അത് ചെയ്യുവാൻ കഴിയുകയില്ല. and that is where grace comes in. അവിടെയാണ് കൃപയുടെ പ്രസക്തി ഉള്ളത്. Grace is the power that helps our weakness. കൃപ എന്നാൽ നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവിക ശക്തി അത്രേ. And grace to be operative, എന്നാൽ ആ കൃപ പ്രവർത്തനക്ഷമമാകുന്നത് you have to admit that I am weak. ഞാൻ ബലഹീനനെന്ന് നീ സമ്മതിക്കുമ്പോഴാണ് കൃപ അവിടെ പ്രവൃത്തി ആരംഭിക്കുന്നത്. Your will is not your will, but his will becomes your will. അവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം ആ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടവുമായിട്ട് ഒന്നായി തീരുമ്പോഴത്രേ. I want to assure you, I want to encourage you, I want to assure you that let us walk in the fullness of God. ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, നമുക്കെല്ലാം ആ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. There is a continuation when we keep on renewing our mind according to the word of God. ദൈവവചനത്തിന് അനുസൃതമായി നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കുന്ന ആ പുതുക്കലിൽ ഒരു നിരന്തരമായ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. Let the word of God become the standard of our life. ദൈവത്തിന്റെ വചനമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡം. Hallelujah. ഹല്ലേലൂയ. Ephesians chapter 4 എഫേസ്യ ലേഖനം 4-ാം അധ്യായം and verse 17 onwards. അതിന്റെ 17-ാം വാക്യം മുതൽ. This I say therefore, testifying in the Lord, that you should no longer walk as the rest of the Gentiles walk in the futility of their mind. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ having their understanding darkened, being alienated from the life of God because of ignorance that is in them, because of the blindness of their heart, who being in the past feeling have given themselves over to lewdness, to work all the uncleanliness and greediness. 17, 18 and 19. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. Hallelujah.
they are alienated from the life of God. ജീവന്റെ ദൈവത്തിൽ നിന്ന് അവർ സ്വയം അകന്നു പോയിരിക്കുന്നു. They are walking in the futility of their mind. അവർ അവരുടെ മനസ്സിന്റെ വ്യർത്ഥതയിൽ അല്ലെങ്കിൽ വ്യർത്ഥ ബുദ്ധിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. The book of Ephesians is written to the church. എഫേസ്യ ലേഖനം അത് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. Which means even though they are born again, they are still walking in the flesh, in the futility of their mind, in their according to their desires. അതിന്റെ അർത്ഥം അവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭയാണെങ്കിലും അവർ ഇപ്പോഴും അവരുടെ ജഡത്തെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യർത്ഥ ബുദ്ധിയെ അനുസരിച്ച് അവർ നടക്കുന്നു എന്നുള്ളതാണ്. There is a very clear strong word that Paul is using and saying, therefore I want you to know that you should not walk, as if he is commanding them to do something. അവിടെ വളരെ വ്യക്തതയോടെ പൗലോസ് പറയുകയാണ്, ആകയാൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. The whole gospel is renew your mind or repentance. മുഴുവൻ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പുതുക്കുക അഥവാ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. Even as we are going to enter the Lord's table in a few minutes, ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകാൻ പോവുകയാണല്ലോ. we are coming before a court which is going to judge ourselves. നാം നമ്മെ തന്നെ വിധിക്കുന്ന ഒരു കോടതിയുടെ ന്യായാധിപന്റെ മുമ്പിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. The judge of the court is ourselves. ആ കോടതിയുടെ ന്യായാധിപൻ എന്ന് പറയുന്നത് അത് നാം തന്നെയാണ്. Your neighbor does not know what is going to your heart. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുവാൻ കഴിയുന്നില്ല. But God gives us opportunity again and again. എന്നാൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. So that we may turn to God and that we will walk in the fullness of his life. അങ്ങനെ നാം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് അവന്റെ ജീവന്റെ പൂർണ്ണതയിൽ നാം നടക്കുവാൻ ഇടയാകും. When the fullness of Jesus, which is eternal life, is developed in ourselves, Yes. is already in ourselves, there should be a fruit also. യേശുവിന്റെ പൂർണ്ണത അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അത് അവന്റെ ഫലത്തെ ഉളവാക്കുന്നു. Just to go through what we were in the beginning. നമ്മൾ ആദ്യമേ തന്നെ നാം ആരായിരുന്നു എന്തായിരുന്നു എന്ന് നമ്മൾക്കൊന്ന് മനസ്സിലാക്കണം. Ephesians chapter 2, the Bible says, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, and you were made alive who were dead in the trespasses of sin. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. In which you once walked in the course of this world according to the prince of the power of air, spirit which now works in the sons of disobedience. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനോടും അനുസരിച്ച് നടന്നു. But among whom we conducted ourselves in the lust of our flesh, fulfilling the desire of the flesh and of the mind, we were by nature the children of wrath, just as the others. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. The word says, but God in his great mercy. എന്നാൽ ദൈവവചനം പറയുക, എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ. Whatever was the situation, but a comma came into our life, a new beginning came into our life when we received Jesus Christ our Lord. ജീവിതത്തിന്റെ സാഹചര്യം അവസ്ഥ എന്തായിരുന്നാലും അവിടെ ഒരു കോമ വരികയാ, എന്നാൽ എന്നൊരു വാക്ക് അവിടെ വരികയാ. യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. From being associated with the devil, being the children of wrath, we became children of God. We became children who are ready to be blessed. പിശാചുമായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നവർ കോപത്തിന്റെ മക്കളായിരുന്ന നാം ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. We are here to inherit a blessing. നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. There is a blessing associated with the eternal life. നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹം. That is why in chapter 2 verse 11 the Bible says, അതുകൊണ്ടാണ് 2-ാം അധ്യായം 11-ാം വാക്യം വേദപുസ്തകം പറയുന്നു, therefore remember that you were once just Gentile in the flesh, uncircumcision, which was called circumcision, made by the flesh. Verse 12, that in that time you were without Christ, being alienated from the commonwealth of Israel, strangers of the covenant of promise, having no hope, without God in the world. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും
ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. We were without Christ. നാം ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു. And in Christ is wrapped the blessing of God. എന്നാൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും പൊതിഞ്ഞ ഒരു സമ്മാനമായി നമുക്ക് ലഭിക്കുകയത്രേ. Hallelujah. Hallelujah. That is why the Bible says അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, the natural man, 1 Corinthians 2:14, 1 കൊരിന്ത്യർ 2:14 പറയുകയാണ്, പ്രാകൃത മനുഷ്യൻ. the natural man cannot understand this പ്രാകൃത മനുഷ്യന് ഇത് മനസ്സിലാക്കുവാൻ കഴിവില്ല. because this is spiritually discerned. കാരണം ഇത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. They do not understand what is an association with the devil. പിശാചുമായിട്ടുള്ള കൂട്ടായ്മ എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. They think they are doing good. അവർ നല്ലതും ശരിയുമാ ചെയ്യുന്നതാണ് അവരുടെ ധാരണ. They think without Christ they can do it. ക്രിസ്തുവിനെ കൂടാതെ തന്നെ ഇതൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് അവർ ധരിച്ചു വശാകുന്നു. Alienated from the life of God. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവരായി മാറിയിരിക്കുന്നു. We could never understand God. We were spiritually dead. നാം ആത്മീയമായി മരിച്ചവരായിരുന്നതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമുക്കില്ല. Spiritually dead means in association with the devil and not with God. ആത്മീയമായി മരിച്ചു എന്നാൽ ദൈവവുമായി ബന്ധമില്ലാതെ പിശാചിനോട് ചേർന്ന് ജീവിക്കുന്നു. But the Bible says എന്നാൽ വേദപുസ്തകം പറയുന്നു, that God so loved the world ദൈവം ഈ ലോകത്തെ അത്യധികമായി that സ്നേഹിച്ചതിനാൽ he gave his only beloved son, തന്റെ ഏകജാതനായ പ്രിയപുത്രനെ അവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. that those who believe in him will receive everlasting life. അവനിൽ വിശ്വസിക്കുന്നവരാരും Eternal life. നശിച്ചു പോകാതെ അവർ നിത്യജീവനെ For പ്രാപിക്കേണ്ടതിന് തന്നെ God sent his son not to condemn the world but to bless them. ദൈവം തന്റെ പുത്രനെ തന്നത് ലോകത്തെ കുറ്റം വിധിപ്പാനല്ല, ലോകത്തെ അനുഗ്രഹിപ്പാനത്രേ. Because God knew one thing, കാരണം ദൈവത്തിന് ഒന്നറിയാം, that human being weak in their flesh, ഈ മനുഷ്യൻ അവൻ തന്റെ ജഡത്തിൽ ബലഹീനനാണ്. they cannot change themselves. അവർക്ക് അവരെ തന്നെ സ്വയമായി മാറ്റുവാൻ കഴിവില്ല. And that is why eternal life or the life of God in me was important. അതുകൊണ്ട് തന്നെയാണ് നിത്യജീവൻ അഥവാ ദൈവത്തിന്റെ ജീവൻ അത് എന്നിൽ വസിക്കുന്നത് അത് വളരെ പ്രധാനമെന്ന് പറയുവാൻ കാരണം. I can tell you one thing, ഒരു കാര്യം ഞാൻ നിങ്ങളോട് and I പറയാം, am sure of it. എനിക്ക് അതിനെ കുറിച്ച് നല്ല ഉറപ്പുമുണ്ട്. By self confidence or willpower, നമ്മുടെ സ്വാഭിമാനത്താൽ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, നമ്മുടെ ആ അഭിമാനം കൊണ്ട് you can change your some habit, നമുക്ക് നമ്മുടെ ചില ശീലങ്ങളെ ഒന്ന് മാറ്റാനൊക്കെ കഴിഞ്ഞേക്കാം. but you cannot change your nature. എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Hallelujah. Hallelujah. You might be a smoker, you might have stopped smoking because the doctor said you will die. ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്ഥിരം പുകവലിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പുകവലി നിർത്തിയേക്കാം. Habit might change, ആ സ്വഭാവം അഥവാ നിങ്ങളുടെ ശീലം മാറിയേക്കാം. but the nature can only change when eternal life of God comes inside എന്നാൽ of ഒരു you. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ നിത്യമായ ജീവൻ, ദൈവത്തിന്റെ ജീവൻ അവനിൽ വന്നാൽ മാത്രമേ സാധ്യമാകൂ. Hallelujah. Hallelujah. And that life is in God himself. ആ ജീവൻ ദൈവത്തിൽ മാത്രമാണുള്ളത്. Now there is a war between the carnal mind and the spiritual man. ഇപ്പോൾ ഇതാ ഇവിടെ ജഡ മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ ഒരു പോരാട്ടം അവിടെ നടക്കുന്നു. And this is where the need of the Holy Spirit is important. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന്റെ ആവശ്യത്തിന്റെ പ്രസക്തി. For we are called not to uncleanliness but to lead a holy life, a life of love towards Jesus Christ. നാം അശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയും ജീവന് വേണ്ടിയും ക്രിസ്തുയേശുവിലുള്ള ജീവന് വേണ്ടിയും വിളിക്കപ്പെട്ടവരത്രേ. 2 Timothy chapter 1 and verse 8. 2 തിമോത്തിയോസ് 1-ാം അതിന്റെ 8-ാമത്തെ വാക്യം. Oh, therefore do not be ashamed of the testimony of our Lord, nor of me his prisoner, but share with me the suffering for the gospel according to the power of God. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിലും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും Who has saved us
and called us with a holy calling. ആ വിശുദ്ധ വിളിയാൽ നമ്മെ രക്ഷിച്ച് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം, who revealed or he abolished death and brought eternal life or life immortal to us. മരണത്തെ നിഷ്കാസനം ചെയ്ത് നിത്യമായ ജീവിതത്തിലേക്ക് നിത്യജീവനിലേക്ക് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. We are not walking in darkness anymore. നാം ഇനിമേൽ അന്ധകാരത്തിലല്ല നടക്കുന്നത്. We are not walking in ignorance. നാം ഇനി അറിവില്ലായ്മയിലല്ല നടക്കുന്നത്. Now we know that eternal life is inside of us. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്കറിയാം. We know the word of God is true. ദൈവവചനം സത്യമെന്ന് നമുക്കറിയാം. That is why in challenging times അതുകൊണ്ടാണ് വെല്ലുവിളികളുടെ സമയം വരുമ്പോൾ we declare the word and say, this is going to happen to me. നമ്മൾ വചനത്തെ അതിന്റെ മേൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് നമ്മൾ പറയുന്നത്. When we are going through a financial challenge, നാം ഒരു സാമ്പത്തിക വെല്ലുവിളിയിൽ കൂടെ കടന്നുപോയാൽ we stand over there നാം അവിടെ ഉറച്ചു നിൽക്കും. because we know കാരണം നമുക്കറിയാം that my God will supply all my need according to his riches in glory. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് നമുക്കറിയാം. If the word says it will happen to me, വചനം അങ്ങനെ പറയുന്നുവെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. we know it is true. എനിക്കത് അറിയാം, അത് സത്യമാണെന്ന്. But let me tell you, the devil tricks us. എന്നാൽ ഞാൻ പറയട്ടെ, പിശാച് നിങ്ങളെ വഞ്ചിക്കുവാനിടയാകും. The devil knows one thing, പിശാചിന് ഒന്നറിയാം, that you are a sign of a blessing to the whole world. മുഴുവൻ ലോകത്തിനും അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായി നിങ്ങളെ നിർത്തിയിരിക്കുന്നുവെന്ന് അവൻ അറിയാം. That you will increase and never decrease. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല That you എന്നറിയാം. are a blessing in among the neighborhood. ഓ, നിങ്ങളുടെ അയൽവാസികളുടെ മധ്യത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി ഉയരുമെന്നറിയാം. Where the same city, the same place where you were destroyed, God will build you up. നിങ്ങൾ തകർക്കപ്പെട്ട അതേ പട്ടണത്തിൽ തന്നെ, അതേ നഗരത്തിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും. God wants to make you a sign. ഓ, നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants to prove he is alive. താൻ ജീവിക്കുന്നുവെന്ന് അവൻ തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് തെളിയിക്കുന്നത് നിന്റെ ഉയർച്ച കാണിച്ച്, നിന്റെ നന്മ കാണിച്ച്, തലയ്ക്ക് ബുദ്ധിക്ക് നിരക്കാത്ത നിലയിൽ കുപ്പയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തി തെളിയിച്ചു കാണിക്കുവാൻ, ഇതാ ഞാൻ, this is what I am. ഇത് തന്നെയാകുന്നു ഞാൻ. This is what I am. ഇതാകുന്നു ഞാൻ. This is what I am. ഇതാകുന്നു ഞാൻ. Hallelujah. 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 If God gives $1 million to already a billionaire, ഒരു ശതകോടീശ്വരന്റെ കയ്യിലേക്ക് ഏതാനും കോടികൾ ദൈവം കൊടുത്താൽ no one will know that. ആരും അത് അറിയില്ല. Hallelujah. Hallelujah. But when he makes something out of the ashes, എന്നാൽ അവൻ ചാമ്പലിൽ നിന്ന് ചിലതൊക്കെ പൊക്കിയെടുത്താൽ then the world will say, അപ്പോൾ ലോകം കണ്ടു പറയും, this is God himself. ഇത് ദൈവം തന്നെ. This is God himself. ഇത് ദൈവം തന്നെ. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അതാ സുവിശേഷത്തിൻ്റെ മുഴുവൻ മർമ്മം. God so loved me. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഗുണങ്ങൾ കണ്ടുകൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന ജീവിതം കണ്ടുകൊണ്ടല്ല, ക്രിസ്തു മുഖാന്തരം എന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ തന്നിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു. സകല നന്മകൾ നൽകണം. രോഗികൾ സൗഖ്യമാകണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളും മാറട്ടെ. ഉറക്കമില്ലായ്മ യേശുവിൻ്റെ നാമത്തിൽ നാളുകളായിട്ട് ഉറക്കഗുളിക തിന്നാലും ഇന്ന് ഉറക്കം വരാത്ത, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അനുഭവത്തോടെ ആരെയും കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കളപ്പ് കൊണ്ടുവരുന്ന ആ വിഷയം, ആ ടെൻഷൻ, ആ പ്രയാസം പൂർണ്ണമായി മാറട്ടെ. നല്ല സുഖകരമായ ഉറക്കം കർത്താവ് നൽകുന്ന ദയക്കായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഐ ഗിവ് യു പ്രൈസ്, ഐ ഗിവ് യു ഓൾ ദ ഗ്ലോറി. കർത്താവിൻ്റെ അത്ഭുതകരമായ
വിടുതൽ മക്കൾക്ക് നൽകുന്ന ദയക്കായി സ്തുതിക്കുന്നു. പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സ്വന്തം വാങ്ങിച്ച സ്വത്ത് അപഹരിച്ച് കൈ മോശമായി പോകുന്ന പോലെ അല്ലെങ്കിൽ കൈ വിട്ടുപോകുന്ന പോലെ ഒരു അനുഭവത്തിൽ ആരും എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അവകാശം മടങ്ങി വരാൻ കൽപ്പിക്കുകയാണ്. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ. അർഹിക്കപ്പെട്ട നന്മ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരാൻ കൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലായ്പ്പോഴും സന്തോഷിക്കണം. അടുത്ത ദിവസം വീണ്ടും കാണും വരെയും ഇറ്റ് ഈസ് എ ചോയ്സ്. നിങ്ങളുടെയും എൻ്റെയും ചോയ്സാണ് സന്തോഷിക്കുക. ചോയ്സ് ചെയ്യണം. ചൂസ് ടു ബി ഹാപ്പി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.